നമുക്കിന്ന് നല്ല ക്രിസ്പി പക്കാവട ഉണ്ടാക്കിയാലോ? ഞാനപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. 2 പൊടിയും നന്നായിട്ട് തരിയൊന്നും ഇല്ലാണ്ട് അരിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം പെരുജീരകപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 3/4 ടീസ്പൂണോളം കായപ്പൊടിയും 3/4 ടീസ്പൂണോളം ഉപ്പുമാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പൊ പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ പക്കാവട ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അച്ച്. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പൊ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ പക്കാവട ഉണ്ടാക്കാനായിട്ട് എന്ത് പൊടി എടുത്താലും അത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചുറ്റിക്കുന്ന സമയത്ത് തരികൾ കയറി ഇരുന്നിട്ട് പക്കാവട മുറിഞ്ഞു മുറിഞ്ഞു വീഴും. ഇനി ഈ പക്കാവട ഒന്ന് തിരിച്ചിട്ട് കൂടി കൊടുക്കാം. നമ്മൾ ഇന്ന് അരിപ്പൊടി എടുത്തത് 1:1 റേഷ്യോയിലാണ് കേട്ടോ. അതായത് 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് കടലമാവ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് 1:2 റേഷ്യോയിലും എടുക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് കടലമാവ് എന്നുള്ള രീതിയിലും ഇതിനു വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ചുറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന മാവെല്ലാം ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി പക്കാവട തയ്യാറായിട്ടുണ്ട്. പക്കാവട നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സസ്നേഹം, മീര കൃഷ്ണൻ.